ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു മരുന്ന് ഉണ്ടാക്കാം. അത് എന്തൊക്കെയാണ് അതിലിടണമെന്ന് നോക്കാം കേട്ടോ. 1 ടീസ്പൂണ് അരി, പിന്നെ 1 ടീസ്പൂണ് നല്ല ജീരകം, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്, ഒരു തുണ്ട് ഇഞ്ചി, കുറച്ച് തുളസിയുടെ ഇല, ഒരു 5-6 നമ്മുടെ പനിക്കൂർക്ക അത്, ഇതൊക്കെ കൂടി ഇട്ടിട്ട് വറുത്തിട്ട് പൊടിക്കാം. പിന്നെ നമുക്ക് പനങ്കൽക്കണ്ട് വേണം. പനങ്കൽക്കണ്ട് വന്നിട്ട് ഒരു 2 ടീസ്പൂൺ ഇടാം. 2 ടീസ്പൂൺ വേണം. എന്നാലാണ് അത് മതി. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വറുത്തിട്ട് പൊടിച്ചിട്ട് കാണിക്കാം. ആദ്യം നമുക്ക് ഈ ഇലനെ ഒന്ന് വാട്ടിയെടുക്കാം. അത് വാട്ടിയെടുത്തു. ഇനി ഇത് നമുക്ക് ഇഞ്ചി, പിന്നെ കുരുമുളക്, പനങ്കൽക്കണ്ട് ഇപ്പടണ്ട, അത് പൊടിക്കുമ്പോൾ നമുക്ക് അതിലിട്ടിട്ടാണ്ട് പൊടിച്ചാൽ മതി. ഇത് സൗണ്ട് അടയാണ്ട് സൗണ്ട് വരാതെ ഇരിക്കുന്നവർക്കൊക്കെ പൊടിച്ചിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ്. നല്ല മരുന്നാണിത്. ഇതിങ്ങനെ പൊടിച്ചിട്ട് കഴിച്ചിട്ട് മാറിയത് കൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കുന്നത്. എല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇതിൽ ഇതിട്ട് കൊടുത്തു കേട്ടോ. പനിക്കൂർക്കൻ്റെ ഇലയും തുളസിയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു ചുവന്ന കളറാവുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. വറുത്ത് ചുവന്ന കളറാവട്ടെ, അപ്പോൾ കാണിക്കാം. അപ്പം നമുക്കിത് പൊടിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പനങ്കൽക്കണ്ട് 1 ടീസ്പൂൺ എടുത്തതിൻ്റെ പുറമെ ഞാൻ ഇങ്ങനെ 2-3 കട്ടകൾ എടുത്തിട്ടുണ്ട്. ഇതാണല്ലേ, ഇങ്ങനെ 1 2 3 4 5 6 കട്ട കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നൊക്കെ ഉള്ളത് പൊടിയാണ്. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് പൊടിച്ചിട്ട് വരാം. ഇതാ മക്കളെ, അപ്പോൾ അതിനെ പൊടിച്ചെടുത്തിട്ട് വന്നു. ഇതുണ്ടോ, അങ്ങനെ ഉണ്ടാവും പൊടി. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ്ടല്ലേ, ഇങ്ങനെ ഉണ്ടാവും. ഇത് ഇങ്ങനെ ഓരോരോ അര ടീസ്പൂൺ വായിലിട്ടിട്ട് ഇങ്ങനെ ഉറിഞ്ച് ഇറക്കിയാലില്ലേ നമ്മുടെ എത്ര വലിയ കഫക്കെട്ട്, സൗണ്ട് അടയൽ ഒക്കെ മാറിക്കിട്ടും. അതിനൊക്കെ പറ്റിയ നല്ലൊരു മരുന്നാണിത്. ഇത് കഴിച്ചിട്ട് എനിക്ക് മാറിയതാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. ആർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. പക്ഷെ എന്നാലും വന്നാൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.